ഹലോ, വെൽക്കം ടു സഫിയ ഫ്യൂച്ചർ അക്കാഡമി ബോർഡ് ബൂസ്റ്റർ സീരീസ്. നമ്മൾ മാത്സിൻ്റെ കാൽക്കുലസ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. എന്തൊക്കെയായിരുന്നു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രിയും ഓർഡറും എഴുതുന്നത് എങ്ങനെയാണ്? അപ്പോൾ ആ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നമ്മൾ കൺസിസ്റ്റ് ചെയ്തിരിക്കുന്ന ഹയസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻ്റ് ഏതാണോ അതിൻ്റെ ഓർഡറിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്ന പേര് വിളിക്കുന്നത്. എന്താണ് അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്? എന്താണ്? ആ ഹയസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻറ്റിൻ്റെ പവർ എന്താണോ ആ പവറിനെയാണ്, അല്ലെങ്കിൽ ആ എക്സ്പോണന്റ് വരുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. ഓർഡർ നമുക്ക് ഏതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനിലും ഡിഫൈൻ ചെയ്യാൻ പറ്റും. പക്ഷെ ഡിഗ്രി ഡിഫൈൻ ചെയ്യണമെങ്കിൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു പോളിനോമിയലിന്റെ ഫോം ആയിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അതർവൈസ് ഇസ് ഡിഗ്രി ഈസ് നോട്ട് ഡിഫൈൻഡ്. ഇനി നമ്മളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്താണ്, അതെങ്ങനെ വെരിഫൈ ചെയ്യാമെന്ന് പഠിച്ചു. ദെൻ അതിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്: തന്നിരിക്കുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അത് നമുക്കൊരു ഷുവർ ക്വസ്റ്റ്യനുമാണ്. മെയിനായിട്ട് നമുക്ക് 3 ടൈപ്പിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് സോൾവ് ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, വേരിയബിൾ സെപ്പറബിൾ ഫോം. എന്താണ് വേരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് പറഞ്ഞാൽ? വേരിയബിൾസ് സെപ്പറേറ്റ് ചെയ്ത് അതിന് എന്ത് ചെയ്യാം? നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. അതായത് എക്സും ഡി എക്സും വരുന്ന ടേംസ് എല്ലാം ഒരു സൈഡിലും വൈയും ഡി വൈയും വരുന്ന ടേം എല്ലാം കൂടെ ഒരു സൈഡിലും ആകുക. രണ്ട് സൈഡും വിത്ത് റെസ്പെക്ട് ടു എക്സും വിത്ത് റെസ്പെക്ട് ടു വൈയും ഇന്റഗ്രേറ്റ് ചെയ്യുക. ആ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ. ചില കേസിൽ അത് ജനറൽ സൊല്യൂഷന് പകരം പർട്ടിക്കുലർ സൊല്യൂഷൻ കൂടെ നമ്മളോട് ചോദിക്കാറുണ്ട്. പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ്? നമ്മളൊരു ഇന്റഗ്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു പ്ലസ് സി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ കൊടുക്കുമല്ലോ. ആ സിക്ക് ഒരു പർട്ടിക്കുലർ വാല്യൂ അസൈൻ ചെയ്യുമ്പോഴാണ് അതെന്തായിട്ട് മാറുന്നത്? പർട്ടിക്കുലർ സൊല്യൂഷൻ ആയിട്ട് മാറുന്നത്. അപ്പൊ എക്സിനും വൈക്കും ഒരു ഗിവൺ വാല്യൂ തന്നിട്ടുണ്ടാവും. ആ വാല്യൂ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ കണ്ടുപിടിച്ചിരിക്കുന്ന ജനറൽ ഇക്വേഷനിൽ എക്സിനും വൈക്കും പകരം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് സിയുടെ ഒരു കോൺസ്റ്റന്റിന്റെ വാല്യൂ കിട്ടും. അത് ജനറൽ സൊല്യൂഷൻ എടുത്ത് എഴുതുമ്പോൾ കിട്ടുന്നതാണ് അതിന്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് അതിൽ രണ്ടാമത്തെ ടൈപ്പിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. എന്താണ് ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ? A differential equation is of the form dy by dx is equal to f of y by x. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, dy by dx is equal to x square plus y square by 2xy. ഇതിനെ നമുക്ക് ഏത് ഫോമിലോട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? എഫ് ഓഫ് വൈ ബൈ എക്സ് എന്ന് പറഞ്ഞ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാം. വളരെ സിമ്പിൾ ആണ്. എന്ത് ചെയ്താൽ മതി അറിയോ? ഈ ഇക്വേഷന് ത്രൂ ഔട്ട് നമ്മൾ അവിടെ എക്സിന്റെ ഏറ്റവും വലിയ പവറായ എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈ എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ 1, വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ഇറ്റ് ഈസ് വൈ ബൈ എക്സ് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എക്സ് വൈ ബൈ എക്സ് സ്ക്വയർ. സോ ഇറ്റ് ഈസ് 2y ബൈ എക്സ്. ഇപ്പൊ നോക്കൂ, ഇത് ഏത് ഫോമിലായി മാറിയിരിക്കുന്നു? അവിടെ എഫ് ഓഫ് വൈ ബൈ എക്സ് ആയി. അവിടെ എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ മാത്രമായിട്ടില്ല, വൈ എന്ന് പറഞ്ഞൊരു വേരിയബിൾ മാത്രമായിട്ടില്ല. വേരിയബിൾ എല്ലാം കിടക്കുന്നത് ആരുടെ ടേമിലായിട്ട് മാറി? വൈ ബൈ എക്സിന്റെ ടേമിലായിട്ട് മാറി. ഇങ്ങനെ വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ആ ഫംഗ്ഷനിൽ ഇപ്പൊ ഏത് വേരിയബിൾ മാത്രമേ ഉള്ളൂ? വൈ ബൈ എക്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം? ഈ വൈ ബൈ എക്സിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ആൻസർ കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ ചെയ്യുന്നു, ഈ വൈ ബൈ എക്സിന് ഒരു വി എന്ന് പറയുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. അപ്പോൾ y ഈക്വൽ ടു വി എക്സ് ആണ്. സോ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു വി ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് എക്സ് ഇൻറ്റു വിയുടെ ഡെറിവേറ്റീവ് ഡി വി ബൈ ഡി എക്സ്. അപ്പൊ നമ്മൾ ചെയ്യുന്നത്, ഇതുപോലെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ചിലപ്പോൾ നമ്മളോട് ഹോമോജീനിയസ് ആണോ എന്ന് വെരിഫൈ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പൊ വെരിഫൈ ചെയ്യാൻ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ഡി വൈ ബൈ ഡി എക്സിനെ ഈ ഫോമിലാക്കി കൊടുത്താൽ മതി, എഫ് ഓഫ് വൈ ബൈ എക്സ്. ആ ഫോമിലാക്കിയാൽ നമുക്ക് പറയാം ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയുള്ളതാണെന്ന് പറയാൻ പറ്റും, ഹോമോജീനിയസ് ആണെന്ന് പറയാം. അപ്പൊ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് ഏതൊരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനിലും നമ്മൾ എന്ത് ചെയ്യുക? ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക.
y by x in a v എന്നൊരു substitution, that is y is equal to vx, then dy by dx is equal to v plus x dv by dx. അപ്പൊ ഈ dy by dx ന് പകരം ഇതെടുത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇത് ഒരു വേരിയബിൾ സെപ്പറബിൾ ഫോം ആവും. y എന്ന് പറയുന്ന ഒരു വേരിയബിൾ പൂർണ്ണമായിട്ടും അവിടെ അങ്ങ് ഡിലീറ്റ് ആയി പോയിട്ട് എക്സിന്റെയും വിയുടെയും ടേമിൽ കിട്ടുന്ന ഒരു വേരിയബിൾ സെപ്പറബിൾ ഫോം ആയിരിക്കും അവിടെ വരിക. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഓർത്തിരിക്കുക, ഇനി തന്നിരിക്കുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈ വേരിയബിൾ സെപ്പറബിളും ചിലപ്പോൾ ഹോമോജീനിയസും കണ്ടാൽ എളുപ്പം മനസ്സിലാക്കാനുള്ള ഒരു വഴിയുണ്ട്. അതായത് ഇങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിരുന്നാൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ എല്ലാ ടേംസിനും സെയിം പവർ ആണെങ്കിൽ അത് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും. ഇപ്പൊ ഇവിടെ പവർ കണ്ടോ, 2 വന്നു, ഇവിടെ 2 വന്നു, ഇവിടെ 1 1. അപ്പൊ എല്ലാ ടൈമിന്റെയും ആൻസർ എത്ര തന്നെയാ വരിക? നമുക്ക് അതിന്റെ പവർ 2 ആണ്. അങ്ങനെ അത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും അത് എങ്ങനെയുള്ള ഡിഫറൻഷ്യൽ ആണോ എന്ന്, ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ x minus by dy by dx is equal to x plus 2y. ഇപ്പൊ ഇവിടെ നമുക്ക് എഴുതാം dy by dx is equal to x plus 2y divided by x minus y. നോക്കൂ, ഇവിടെ എല്ലാ വേരിയബിളിന്റെയും പവർ സെയിം അല്ലേ? എക്സിന് ഇവിടെ 1, വൈക്ക് 1, ഇവിടെ എക്സിന് 1, ഇവിടെ വൈക്ക് 1. അപ്പൊ എല്ലാ വേരിയബിൾസിന്റെയും പവർ എന്തായിട്ടാണ് വന്നിരിക്കുന്നത്? നമുക്ക് അവിടെ 1 ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഹോമോജീനിയസ് ആണ്. അത് കാണുമ്പോൾ മനസ്സിലാക്കാം. പക്ഷെ ഇവിടെ ഷോ ദാറ്റ് എന്ന് ക്വസ്റ്റ്യൻ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് കാണിക്കണം? ഈ dy by dx നെ f of y by x എന്നാക്കി കാണിക്കണം. അതിന് എന്ത് ചെയ്താൽ മതി? എളുപ്പ വഴി എന്ത് ചെയ്താൽ മതി? ഒരു ലാംഡ എന്നൊക്കെ പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ചെയ്യാം കേട്ടോ. അങ്ങനെ ചെയ്യണമെന്നില്ല. ആ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന എക്സിന്റെ ഏറ്റവും വലിയ പവർ വെച്ച് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇവിടെ എക്സ് അല്ലേ ഏറ്റവും വലിയ പവർ, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? dy by dx is equal to 1 plus 2y by x by 1 minus y by x എന്ന് കിട്ടും. ഇനി നമ്മൾ പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ കൊടുത്തിരിക്കണം. എന്തായിരുന്നു സബ്സ്റ്റിറ്റ്യൂഷൻ? y by x is equal to v, y is equal to vx, then dy by dx is equal to v plus x dv by dx. അപ്പൊ ഈ dy by dx ന് പകരം v plus x dv by dx equal to 1 plus 2v by 1 minus v എന്ന് കിട്ടും. ഇനി നമ്മൾ ഇതിന് ഈ v റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയാൽ x dv by dx is equal to 1 plus 2v by 1 minus v minus v എന്നായി. ഇനി ഇതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ 1 plus 2v minus v into 1 plus v divided by 1 minus v, that is 1 plus 2v minus v plus v square divided by 1 minus v എന്ന് എഴുതാം. ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്താൽ x dv by dx is equal to v square plus v plus 1 by 1 minus v എന്ന ആൻസർ വന്നു. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം? വേരിയബിൾ സെപ്പറബിൾ ഫോം ആക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്താൽ മതി? നമുക്കിവിടെ y എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഇല്ല, എക്സും വിയും മാത്രമേ ഉള്ളൂ വേരിയബിള്. അപ്പൊ ഇതിനെ എന്താക്കി കൊടുത്താൽ മതി? നമ്മൾ വേരിയബിൾ സെപ്പറബിൾ ഫോം നേരത്തെ പറഞ്ഞതുപോലെ എഴുതാം. അപ്പോൾ ഇന്റഗ്രൽ ഇവിടെ ഡി വി ഉള്ളതുകൊണ്ട് ഇത് മേളിൽ പോകും. 1 മൈനസ് വി ബൈ വി സ്ക്വയർ പ്ലസ് വി പ്ലസ് 1 ഡി വി ഈക്വൽ ടു ഇവിടെ എത്രയായിരിക്കും വരിക? നമുക്ക് ഇന്റഗ്രല് ഡി എക്സ് ബൈ എക്സ്. ഈ ഡി എക്സ് ഇവിടെ ക്രോസ് ചെയ്തു, ഈ എക്സ് താഴെ വന്നു. ഈ റൈറ്റ് സൈഡിന്റെ ഡെറിവേറ്റീവ് ഇന്റഗ്രൽ നമുക്ക് ഈസി ആയിട്ട് പറയാം 1 ബൈ എക്സ് ആണ്. 1 ബൈ എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ആരാണ്? ലോഗ് എക്സ് ആണ്. അപ്പോൾ ഈ 1 ബൈ എക്സിന്റെ ഇന്റഗ്രൽ നമുക്ക് ലോഗ് എക്സ് എന്ന് എഴുതിയപ്പോൾ അതിന്റെ ആൻസർ കിട്ടി. ഓക്കെ, ഇനി ഈ ലെഫ്റ്റ് സൈഡ് നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്ററിൽ കിടക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് ലോഗ് വെച്ച് എഴുതാം. ഇപ്പൊ ഇവിടുത്തെ ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് അല്ല ന്യൂമറേറ്റർ കിടക്കുന്നത്. പിന്നെ നമ്മൾ ഏത് ഫോം പഠിച്ചിട്ടുണ്ട്? ഇന്റഗ്രേഷൻ ചെയ്തപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പി എക്സ് പ്ലസ് ക്യൂ ഡിവൈഡഡ് ബൈ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. ആ ഇക്വേഷൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഇന്റഗ്രേഷൻ ചെയ്യാം. ഇനി അതല്ല, ഈ ഡിനോമിനേറ്റർ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ആണെങ്കിൽ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് അനുസരിച്ചും നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം.
മനസ്സിലായോ? അപ്പൊ ഇനി ഈ രണ്ട് സൈഡ് നമ്മൾ എന്ത് ചെയ്യുക? ഇന്റഗ്രേറ്റ് ചെയ്യുക. ഈ സൈഡ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. 1/xന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ആരാണ്? log x. ഇനി ഇതിന്റെ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് തന്നെ ഒന്ന് ചെയ്തു നോക്കാമല്ലോ. ഇത് px plus q ഡിവൈഡഡ് ബൈ ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c. എങ്ങനെയായിരുന്നു ഒന്ന് പഠിച്ചൊന്ന് ഓർക്കുന്നുണ്ടോ? px plus q is equal to a into d by dx of capital A into d by dx of ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c പ്ലസ് b. എന്നിട്ട് നമ്മൾ അവിടെ എക്സിന്റെയും കോൺസ്റ്റന്റ് ടേമിന്റെ ഒക്കെ കോഎഫിഷ്യന്റുകൾ ഇക്വേറ്റ് ചെയ്തുകൊണ്ട് എയുടെയും ബിയുടെ ഒക്കെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. ആ രീതിയിൽ ഇതിന്റെ ഇന്റഗ്രേഷൻ നമ്മൾ ഫിനിഷ് ചെയ്താൽ ഇത് വേരിയബിൾ സെപ്പറബിൾ ഫോം ആണ്. അതിന്റെ ആൻസർ കിട്ടും. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഷോ ദാറ്റ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സ് കോസ് വൈ ബൈ എക്സ് ഡി വൈ ബൈ ഡി എക്സ് മൈനസ് വൈ കോസ് വൈ ബൈ എക്സ് പ്ലസ് എക്സ്. ഇതിൽ നിന്ന് നമുക്ക് പറയാമല്ലോ what is dy by dx? dy by dx is equal to y cos y by x plus x divided by x cos y by x. ഇവിടെ y by x നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ബ്രാക്കറ്റിലൊക്കെ y by x ഓൾറെഡി കിടപ്പുണ്ട്. അത് കൂടാതെയുള്ള ടേംസുകൾ നോക്കിയാൽ അവിടെ എക്സിന്റെ ഹയസ്റ്റ് ടേം വന്നിരിക്കുന്നത് ഏതാണ്? എക്സ് തന്നെയാണ്. അപ്പൊ ഇതിനെ നമ്മൾ ഫുൾ എത്ര കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യുക? ഒരു എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ വരും എന്ന് പറഞ്ഞേ. ഇവിടെ ഒരു y by x കോസ് വൈ ബൈ എക്സ് അതിനകത്തൊന്നും ചെയ്യുന്നില്ല. പ്ലസ് ഇവിടെ ഒരു 1 ഉണ്ട് ഡിവൈഡഡ് ബൈ ഇത് എത്ര വന്നു? എക്സ് കട്ടായി പോവും. കോസ് വൈ ബൈ എക്സ് എന്ന ആൻസർ കിട്ടും. ഇനി നമ്മുടെ പതുപോലത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്തായിരുന്നു? ഹോമോജീനിയസിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത് y by x is equal to v or y is equal to vx. Then dy by dx is equal to v plus x dv by dx is equal to y by x ന് പകരം v cos v plus 1 by cos v എന്ന് കിട്ടി. ഇനി ഈ v നമ്മൾ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി. അപ്പൊ എത്ര ആൻസർ? x dv by dx is equal to v cos v plus 1 by cos v minus v എന്ന് കിട്ടും. ഈ v ഇങ്ങോട്ട് ക്രോസ് ചെയ്തേ. അപ്പൊ എത്രയാണ്? v cos v plus 1 minus v cos v divided by cos v എന്ന് വന്നു. ഈ v cos v മൈനസും പ്ലസും അങ്ങ് കട്ടായി. ബാക്കി എത്രയാണ് ആൻസർ ഉള്ളത്? x dv by dx is equal to 1 by cos v എന്ന് കിട്ടി. നേരത്തെ പറഞ്ഞ പോലെ അവിടെ ആരെ എലിമിനേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്? നമുക്ക് നമ്മുടെ y എന്ന് പറയുന്ന ഒരു വേരിയബിൾ അവിടെ എലിമിനേറ്റ് ചെയ്ത് പോയി. ഇനി ഇതിനെ നമുക്കൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഈ സൈഡിൽ എന്ത് വരും? cos v dv വരും. ഈ സൈഡ് എത്രയായിരിക്കും വരിക? നമുക്ക് dx by x. ഈ കോസ് ഇങ്ങോട്ട് വന്നു. പക്ഷേ ഇന്റഗ്രൽ ഓഫ് കോസ് എക്സ് സൈൻ എക്സ്. അപ്പൊ കോസ് വിയുടെ ഇന്റഗ്രൽ ആരാണ്? സൈൻ വി. ഈ 1/x ഇന്റഗ്രൽ എടുക്കുമ്പോൾ ലോഗ് എക്സ് പ്ലസ് സി എന്ന് വരും. വിക്ക് പകരം നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം തിരിച്ച്. വി ഇസ് ഈക്വൽ ടു ആരാണ്? y by x ആണ്. അപ്പൊ നമുക്ക് പറയാം സൈൻ y by x ഇസ് ഈക്വൽ ടു ലോഗ് മോഡുലസ് എക്സ് പ്ലസ് സി എന്ന് നമുക്ക് ആൻസർ കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മുടെ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടെത്തുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് ദ ഫാമിലി ഓഫ് കർവ് ഫോർ വിച്ച് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ്. What do you mean by slope of the tangent? Slope of the tangent is denoted by dy by dx. Slope of a tangent at a point xy to the curve y is equal to f of x is dy by dx. So slope of the tangent at a point xy on a curve is given by x square plus y square by 2xy. That means slope of the tangent is dy by dx equal to x square plus y square by 2xy. ഇത് ഞാൻ നേരത്തെ ഒന്ന് ചെയ്ത് കാണിച്ചതായിരുന്നു എക്സാമ്പിള്. എക്സ് സ്ക്വയർ വെച്ച് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്തപ്പോൾ ഇത് 1 പ്ലസ് വൈ ബൈ എക്സ് ദ ഹോൾ സ്ക്വയർ ബൈ 2y ബൈ എക്സ് എന്ന് വരും. ശരിയല്ലേ? ഇനി ഡി വൈ ബൈ ഡി എക്സിന് നമ്മൾ ഏതാ സബ്സ്റ്റിറ്റ്യൂഷൻ? വി പ്ലസ് എക്സ് ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് വി സ്ക്വയർ ബൈ 2v എന്ന ആൻസർ ആയി. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എഴുതാം എക്സ് ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് വി സ്ക്വയർ ബൈ 2v മൈനസ് v എന്ന് വരും. അപ്പോൾ എക്സ് ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് വി സ്ക്വയർ മൈനസ് 2v സ്ക്വയർ ഡിവൈഡഡ് ബൈ 2v. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ 1 പ്ലസ് വി സ്ക്വയർ ബൈ 2v ഉണ്ട്. ഈ v നമ്മൾ ഇങ്ങോട്ട് മൈനസ് ചെയ്തു. അപ്പൊ ഇത് 2v സ്ക്വയർ ആവും. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? നമുക്ക്
1 minus v square divided by 2v. v square minus 2v square. അപ്പം minus v square by 2v. ഇനി വേരിയബിൾ ഒന്ന് സെപ്പറേറ്റ് ചെയ്തേ. അപ്പോൾ ഈ സൈഡ് എത്രയാണ്? 2v by 1 minus v square dv. ഈ സൈഡ് എത്രയാ വരിക? dx by x. രണ്ട് സൈഡിലും നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. 1 by x-ന്റെ ഇന്റഗ്രൽ log x ആണ്. 1 മൈനസ് വി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എത്രയാ? 1ന്റെ ഡെറിവേറ്റീവ് 0 മൈനസ് വി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എത്രയാണ്? 2v ആണ്. ആ 2v അല്ലേ ഇവിടെ കിടക്കുന്നത്. അപ്പൊ എത്ര മൈനസ് വരണം. 1 മൈനസ് വി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് മൈനസ് 2v വരണ്ടേ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു മൈനസ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ അതിന് ലോഗ് വെച്ച് ആൻസർ കൊടുക്കാമല്ലോ. കൊടുക്കാം. അപ്പൊ എങ്ങനെയാണ്? മൈനസ് ലോഗ് 1 മൈനസ് വി സ്ക്വയർ ഈക്വൽ ടു എത്രയാ? ലോഗ് എക്സ്. ഇനി എല്ലാ ടേമും നമുക്ക് ലോഗിന്റെ ടേമിലാകുമ്പോൾ ഇന്റഗ്രേഷൻ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നതാണ് എളുപ്പം? അതിന്റെ സി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റും ആരുടെ ടേമിൽ തന്നെ കൊടുക്കാം. നമുക്ക് ലോഗിന്റെ ടേമിൽ തന്നെ കൊടുക്കാം. അപ്പോൾ ഇത് മൈനസ് ലോഗ് 1 മൈനസ് വി സ്ക്വയർ. വി എന്ന് പറയുന്നത് ആരാ? വൈ ബൈ എക്സ്. അപ്പൊ വി സ്ക്വയർ എന്ന് പറയുന്നത് ആരാണ്? വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ. ഇതോടെ ഇപ്പുറത്തേക്ക് ഇട്ടാൽ നമുക്ക് എഴുതാം ഈക്വൽ ടു ലോഗ് എക്സ് പ്ലസ് ലോഗ് സി. ഈ ലോഗ് എക്സ് കൂടെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ട് വന്നിട്ടൊരു മൈനസ് വരൂലേ. അപ്പൊ ആ മൈനസ് നമ്മൾ കോമൺ ആയിട്ട് എടുത്താൽ ഇതിനെ എങ്ങനെ കൊടുക്കാം? ഇവിടെ ലോഗ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ. ഈ മൈനസ് ലോഗ് എക്സ് ഇപ്പുറത്ത് വന്നു, മൈനസ് കോമൺ ആയിട്ട് എടുത്തു. അപ്പോൾ ഇത് ഇൻറ്റു ഒരു എക്സ്. This one is equal to log c എന്ന് കൊടുക്കാം. എഴുതിയ സ്റ്റെപ്പ് മനസ്സിലായോ? മൈനസ് ലോഗ് ദിസ് വൺ ഈസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ. ഈ ലോഗ് എക്സ് ലെഫ്റ്റ് സൈഡിലോട്ട് എടുക്കുമ്പോൾ മൈനസ് ലോഗ് എക്സ് ആവും. ആ രണ്ടും മൈനസ് നമ്മൾ കോമൺ ആയിട്ട് ഔട്ട് സൈഡിൽ എടുത്തു. അപ്പൊ അത് ലോഗ് എ പ്ലസ് ലോഗ് ബി ഫോം വരും. എന്താണ് ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറഞ്ഞാല്? ലോഗ് എ ഇൻറ്റു ബി ആണ്. അങ്ങനെയാണ് ഇത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞത് അല്ലെ. അപ്പൊ നമുക്ക് ഈ ഒരു എക്സ് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ആൻസർ എത്ര വരും? നമുക്ക് ലോഗ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ എക്സ് ഈസ് ഈക്വൽ ടു എത്രയാണ്? ലോഗ് സി എന്ന് കൊടുക്കാം. ഈ മൈനസ് വേണമെങ്കിൽ ജസ്റ്റ് റൈറ്റ് സൈഡിലോട്ട് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. കാരണം ലോഗ് സി ഈസ് എ കോൺസ്റ്റന്റ്. സോ മൈനസ് ലോഗ് സി ഈസ് ഓൾസോ എ കോൺസ്റ്റന്റ്. അതുകൊണ്ട് ആ മൈനസ് റൈറ്റ് സൈഡിലോട്ട് പോയി ഒരു കോൺസ്റ്റന്റ് ആയിട്ട് കൊടുത്താലും അതിന്റെ ആൻസറിന് നമുക്ക് തെറ്റില്ല. അപ്പോൾ ഇതിനകത്ത് ആൻസർ പറയാമല്ലോ. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ എക്സ് ദാറ്റ്സ് ഈക്വൽ ടു, രണ്ട് സൈഡിലെ ലോഗ് ക്യാൻസൽ ചെയ്താൽ നമുക്ക് പറയാം എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ എക്സ് ഈസ് ഈക്വൽ ടു സി, ഓർ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു സി എക്സ് എന്ന് നമുക്ക് ആൻസർ കൊടുക്കാം. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മുടെ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പൊ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട സ്റ്റെപ്പുകൾ എന്താണെന്ന് മനസ്സിലായോ? അപ്പൊ തന്നിരിക്കുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഹോമോജീനിയസ് ആണോ എന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ടേമിനെയും അവിടെ കിടക്കുന്ന എക്സിന്റെ ഹയസ്റ്റ് പവർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ അത് ഏത് ഫോമിലായിട്ട് മാറും? എഫ് ഓഫ് വൈ ബൈ എക്സിന്റെ ഫോമിലായിട്ട് മാറും. അപ്പൊ എഫ് ഓഫ് വൈ ബൈ എക്സ് വന്നു കഴിഞ്ഞാൽ വൈ ബൈ എക്സിന് ഏത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി? വൈ ബൈ എക്സിന് വി കൊടുക്കുക. വൈ ഇസ് ഈക്വൽ ടു വി എക്സ്, ദെൻ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു വി പ്ലസ് എക്സ് ഡി വി ബൈ ഡി എക്സ്. ആ രീതിയിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിയുമ്പോൾ അതിൽ നിന്ന് വൈ എന്ന് പറയുന്ന ഒരു വേരിയബിൾ പൂർണ്ണമായിട്ടും പോയിട്ട് അവിടെ എക്സിന്റെയും വിയുടെയും ടേമിൽ വരുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആവും. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വേരിയബിൾ സെപ്പറബിൾ ഫോമിലോട്ട് മാറും. അപ്പൊ വേരിയബിൾ സെപ്പറബിൾ ഫോം ആണ് വരുന്നത് എങ്കിൽ അതിന് എന്ത് ചെയ്താൽ മതി? നമ്മൾ രണ്ട് സൈഡും സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക. അതിനെ ഇന്റഗ്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ വേരിയബിൾ സെപ്പറബിൾ ഫോം കംപ്ലീറ്റ് ആവും. അപ്പൊ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ വേരിയബിൾ സെപ്പറബിൾ ഫോമിലോട്ട് മാറ്റിയിട്ടാണ് നമ്മളിനെ സോൾവ് ചെയ്യുന്നത്. സാധാരണ എപ്പോഴും ചോദിക്കുന്നതാണ് 3 ടൈപ്പുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്ന് ഏതെങ്കിലും 2 ടൈപ്പ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ നമുക്ക് ഉറപ്പായിട്ട് ചോദിക്കും. ഒന്ന് വേരിയബിൾ സെപ്പറബിൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, രണ്ടാമത്തേത് ഹോമോജീനിയസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമുക്ക് ഇനി ഒരു ടൈപ്പിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൂടിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.